പ്രിയപ്പെട്ടവരെ, എഴുത്തുവലയിലേക്ക് സ്വാഗതം. തുല്യത ഒരു പ്രാധാന്യമർഹിക്കുന്ന നൈതിക വിഷയമാണ്. നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടിൽ ഈ തുല്യതയ്ക്ക് വേണ്ടിയുള്ള പ്രവൃത്തികൾ അല്ലെങ്കിൽ നിലപാടുകൾ, ചുവടുവെപ്പുകൾ പല രംഗങ്ങളിലും നമുക്ക് കാണാം. ജനാധിപത്യ വ്യവസ്ഥയുടെ പ്രകടമായ ഭാവങ്ങൾ വെളിപ്പെടുത്തുന്ന ഒന്നാണല്ലോ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിലും തുല്യതയ്ക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ വളരെയധികം നാം കാണാറുണ്ട്. എന്നാൽ വളരെയധികം വിരോധാഭാസമായിട്ട് അനുഭവപ്പെടുന്ന പാളിച്ചകൾ ഇതിനകത്തുണ്ട് എന്നത് നാം വിസ്മരിച്ചുകൂടാ. ഏറ്റവും പ്രധാനമായിട്ട് സ്ത്രീകൾക്ക് സംവരണം എന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ പ്രാധാന്യമർഹിക്കുന്ന ഒന്നായിട്ട് നമുക്ക് എടുത്തു കാണാൻ പറ്റും. അത് എത്രത്തോളം നമ്മുടെ ഹൃദയത്തിനകത്ത് ഈ സ്ത്രീ തുല്യതയിലേക്ക് ഉയർന്നു വരണമെന്ന ബോധത്തോടു കൂടിയാണ് എന്നത് പരിശോധിക്കപ്പെടേണ്ടതാണ്. സ്ത്രീകൾ ബലഹീനരായതുകൊണ്ട് അവർക്ക് കൊടുക്കുന്ന ഒരു ഔദാര്യമായിട്ടാണ് നിലവിൽ അത് വിലയിരുത്തപ്പെടുന്നത് എന്നത് ശ്രദ്ധിക്കണം. നമുക്കത് വ്യക്തമായി കാണാൻ കഴിയുന്ന ചില കാര്യങ്ങൾ ചിന്തിക്കാം. ഒന്ന്, ഇവിടെയും സ്ത്രീ പുരുഷന് തുല്യമായിട്ട് മാറുന്നില്ല. കാറ്റഗറൈസ് ചെയ്ത് ചില സ്ഥലങ്ങൾ, ചില വാർഡുകൾ അല്ലെങ്കിൽ കൗൺസിലുകൾ, ആ അതിർത്തികളിൽ സ്ത്രീകൾക്കാണ് പ്രയോറിറ്റി, അവിടെ മത്സരിക്കേണ്ടത് സ്ത്രീകളാണെന്ന് നിശ്ചയിക്കുന്നു. ഒരു ജനാധിപത്യ വ്യവസ്ഥയ്ക്കകത്ത് ചെയ്യാവുന്ന ഒരു പരമാവധി ഭരണ നടപടിയുടെ ഭാഗമാണത്. അത് ഭരണ നടപടിയുടെ ഭാഗമാണ്. യഥാർത്ഥത്തിൽ അവിടെയും സ്ത്രീ പുരുഷന് തുല്യാവുകയല്ല ചെയ്യുന്നത്, സ്ത്രീ അപ്പോഴും മാറ്റി നിർത്തപ്പെടുകയാണ്. തെരഞ്ഞെടുപ്പിനകത്ത് ജനാധിപത്യത്തിന്റെ ഒരു അനുഭവതലം എത്രത്തോളം ഉയരുന്നുണ്ട് എന്ന് പരിശോധിക്കുമ്പോൾ പല കാര്യങ്ങളിലും നമുക്ക് ഈ തുല്യതയ്ക്കെതിരായ സമീപനങ്ങൾ, നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങൾ കാണാൻ പറ്റും. അതുകൊണ്ട് മേനോനെതിരായിട്ട് മേനോൻ മത്സരിക്കും, ക്രിസ്ത്യാനിക്കെതിരായിട്ട് ക്രിസ്ത്യാനി ആയിരിക്കും സ്ഥാനാർത്ഥി, സ്ത്രീക്കെതിരായിട്ട് സ്ത്രീ ആയിരിക്കും സ്ഥാനാർത്ഥി. സ്ത്രീ പുരുഷനുമായി തുല്യനിലയിലേക്ക് വരണമെങ്കിൽ, അല്ലെങ്കിൽ രണ്ടുപേരും വ്യത്യസ്തരല്ല, ഒരേ പൗരത്വമുള്ളവരും ഒരേ അവകാശാധികാരങ്ങൾ ഉള്ളവരാണെന്നും കാണാൻ എന്ത് വേണം? ഇവിടെ പുരുഷന് പകരം സ്ത്രീക്ക് നിൽക്കാൻ പറ്റണം, പുരുഷനെതിരെ സ്ത്രീക്ക് നിൽക്കാൻ പറ്റണം. അങ്ങനെയല്ല. ഇവിടെ ജാതി തിരിച്ചും മതം തിരിച്ചും പ്രകൃതം തിരിച്ചുള്ള വേർതിരിവുകൾ വളരെ വ്യക്തമായി നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടിൽ നിലനിൽക്കുന്നു. അധികാരത്തിന്റെ അല്ലെങ്കിൽ നിയമവ്യവസ്ഥയുടെ ഭാഗമായി ഉണ്ടാകുന്ന തുല്യതയ്ക്ക് വേണ്ടിയുള്ള നിലപാടുകൾ, ചുവടുവെപ്പുകൾ പോലും സാമൂഹ്യമായ ബോധനിർമ്മിതിയുടെ ഒരു വലിയ തകരാറ് മൂലം താഴേക്ക് പതിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ അങ്ങനെയാണല്ലോ സ്ത്രീകളെ ഇപ്പോഴും കാണുന്നത് ഇരകൾ. സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടാൽ ഇരകൾ. യഥാർത്ഥത്തിൽ സിംഹത്തിന്റെ ഇര മാനാണ്. സിംഹി സിംഹത്തിന്റെ ഇരയല്ല. മനുഷ്യന്റെ ഇരയായി എങ്ങനെയാണ് സ്ത്രീ വരിക? മനുഷ്യനെന്ന സമ്പൂർണതയ്ക്കകമേയുള്ള സ്ത്രീ, തുല്യതയാർന്ന സ്ത്രീ എങ്ങനെയാണ് രണ്ടാം കിടയായിട്ട് മാറുക, അവൾ ഇരയായിട്ട് മാറുക? സ്വാഭാവികമായി വേട്ടയാടാൻ വിധിക്കപ്പെട്ട ഒരാളായിട്ട് സ്ത്രീ മാറുന്നു. ഇരയെന്ന വാദത്തിനകത്തുള്ള ഒളിഞ്ഞിരിക്കുന്ന അബദ്ധമതാണ്. സ്ത്രീയെ പുരുഷനോടൊപ്പം കാണാൻ കഴിയാത്ത വിധം താഴ്ത്തി നിർത്താനുള്ള ഹീനമായ ശ്രമങ്ങൾ ഭാഷാ പ്രയോഗങ്ങൾക്കകത്ത്, ജീവിത വ്യവസ്ഥകൾക്കകത്ത്, സാമൂഹ്യ ചുറ്റുപാടുകൾക്കകത്ത് ഒക്കെ നിലനിൽക്കുന്നു എന്ന പരമയാഥാർത്ഥ്യത്തെ അവഗണിക്കലും. മിക്കവാറും സ്ത്രീകൾ തെരഞ്ഞെടുപ്പിന് നിൽക്കുമ്പോൾ തന്നെ നാം മനസ്സിലാക്കേണ്ടത് എന്താ? ആ സ്ത്രീകളെ മറയാക്കി പുരുഷന്മാർ തന്നെയാണ് മത്സരിക്കുന്നത്. സ്ത്രീ വാർഡായി പ്രഖ്യാപിക്കപ്പെട്ടു കഴിയുമ്പോൾ അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകന്റെ, പുരുഷന്റെ ഭാര്യയെ, മാനിക്കപ്പെടാവുന്ന ആളുടെ ഭാര്യയെ ഇലക്ഷന് നിർത്തുന്നു.
അങ്ങനെ ഒരു ഡമ്മി പൊസിഷനിലേക്കാണ് സ്ത്രീകൾ അപ്പോഴും തരം താഴുന്നത് എന്ന പരമയാഥാർത്ഥ്യവും നാം കാണണം. എന്നിട്ട് ഭരിക്കുന്നത് ആരാണ്? ഭരിക്കുന്നത് പുരുഷൻ തന്നെയാണ്, മുമ്പ് നിൽക്കുന്നത് സ്ത്രീയാണ്. അപ്പൊ അതുകൊണ്ട് നിയമവ്യവസ്ഥയുടെ പരിഗണന സ്ത്രീയെ തുല്യതയിലേക്ക് ഉയർത്തുന്നുണ്ട് എങ്കിലും സാമൂഹ്യമായി അവൾ ചവിട്ടി താഴ്ത്തപ്പെടുന്നുണ്ട് ഇതിനകത്ത് പോലും എന്ന പരമാർത്ഥം നാം കാണണം. ഒപ്പം നിൽക്കാനായിട്ട് പ്രത്യേകമായി അവളെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് ഒരു സാമൂഹ്യ ചുറ്റുപാട് അല്ലെങ്കിൽ നിലനിന്നു പോകുന്ന വ്യവസ്ഥിതികൾ അവളെ അടിമയാക്കി വെച്ചതിൽ നിന്ന് അവളെ സ്വതന്ത്രയാക്കി തുല്യസ്ഥാനത്തേക്ക് ഉയർത്താനാണ് മനുഷ്യത്വം ആഗ്രഹിക്കുന്നതെങ്കിൽ, അതാണ് ജനാധിപത്യം ലക്ഷ്യം വെക്കുന്നതെങ്കിൽ അതിന് ഈ നിയമപരമായ വ്യവസ്ഥിതിയുടെ ബാഹ്യരൂപത്തിലുള്ള മാറ്റം മാത്രം പോരാ, ആന്തരികമായി സ്ത്രീക്ക് ഈ തുല്യ പദവി, മനുഷ്യനെന്ന പദവിയുടെ സമ്പൂർണ്ണാർത്ഥത്തിലേക്ക് ചുവടുവെക്കാനുള്ള അവകാശം കൊടുക്കണം. അതിനായിട്ടാണ് പ്രവർത്തിക്കേണ്ടത്. അപ്പോഴാണ് അത് നീതിയായിട്ട് മാറുക, തുല്യതയായിട്ട് മാറുക. അപ്പോഴാണ് സംവരണം ലക്ഷ്യം വെക്കുന്ന യഥാർത്ഥ സ്വരൂപത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റുക.